ലീഗ്, ലീഗിന്റെ മിതവാദ രാഷ്ട്രീയവും SDPIയുടെ തീവ്രവാദ രാഷ്ട്രീയവും ഒരു പ്ലേറ്റിൽ വിളമ്പി നമുക്ക് നൽകാൻ വേണ്ടി പോവുകയാണ്. ആ വിളമ്പി നമ്മളുടെ മുന്നിലേക്ക് നീട്ടുന്ന പാത്രം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങൾ ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മതാന്ധതയെ ഭരിക്കാൻ മലപ്പുറം ഒരിക്കലും തയ്യാറായിട്ടില്ല. ഒരു കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മമ്പുറം സയ്യിദ് അലവി കോയ തങ്ങളെ? മമ്പുറം സയ്യിദ് അലവി കോയ തങ്ങളുടെ അടുത്ത് വന്നു അദ്ദേഹത്തിന്റെ നാട്ടിലെ ഹിന്ദുമത വിശ്വാസികൾ പറഞ്ഞു, തങ്ങളെ, നിങ്ങൾക്ക് ആരാധിക്കാൻ പള്ളിയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ഒരു ക്ഷേത്രമില്ല, നിങ്ങളൊരു ക്ഷേത്രം ഞങ്ങൾക്ക് വേണ്ടി പണിതു തരണം. തിരൂരങ്ങാടിക്കടുത്ത് കളിയാട്ടുമുക്കിൽ ബഹുമാന്യനായ മമ്പുറം സയ്യിദ് അലവി കോയ തങ്ങൾ തന്നെ വന്നു കണ്ട് പറഞ്ഞ് അഭ്യർത്ഥിച്ച ഹിന്ദുമത വിശ്വാസികൾക്കായി ഒരു ക്ഷേത്രം പണിതു കൊടുത്തു. ആ ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ തങ്ങൾ മരിക്കുന്നത് വരെ പോയിരുന്നു. ക്ഷേത്രത്തിന്റെ സമീപത്ത് അദ്ദേഹം ഒരു പള്ളി പണിതു. ആ പള്ളിയുടെ മട്ടുപ്പാവിലിരുന്ന് എല്ലാ ഉത്സവങ്ങളും തങ്ങൾ കൺകുളിർക്കെ കണ്ടു. സയ്യിദ് അലവി കോയ തങ്ങൾ മരണപ്പെട്ടു. അദ്ദേഹത്തെയാണ് മമ്പുറത്ത് സംസ്കരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശവകുടീരമാണ് മമ്പുറം മഖാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മമ്പുറം തങ്ങളുടെ മരണശേഷം കളിയാട്ടുമുക്ക് ക്ഷേത്രത്തിൽ ഉത്സവം നടന്നത് എങ്ങനെയാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ ക്ഷേത്രത്തിലേക്കല്ല ഉത്സവാരംഭങ്ങൾ മുഴക്കിപ്പോയത്. ഓല കൊണ്ട് കുതിരയുടെ രൂപമുണ്ടാക്കി അവർ ആദ്യം പോകുന്നത്, അന്നു മുതൽ പോയിക്കൊണ്ടിരുന്നത് മമ്പുറം തങ്ങളുടെ മഖാമിലാണ്. അവിടെ എത്തി തങ്ങളോട് സമ്മതം ചോദിച്ച് അവിടുത്തെ ഭണ്ഡാരത്തിൽ കാണിക്ക നിക്ഷേപിച്ചതിന് ശേഷമാണ് ഇന്നും അവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ കളിയാട്ടുമുക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടി പോകാം. അങ്ങനെയുള്ള മതമൈത്രിയുടെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ചരിത്രം നമ്മളുടെ മുമ്പിൽ തുറന്നിട്ട് കാണിച്ചു തന്ന മമ്പുറം സയ്യിദ് അലവി കോയ തങ്ങളെ പോലെയുള്ള മഹാരഥന്മാരുടെ ചരിത്രമുറങ്ങുന്ന ഒരു നാട്ടിൽ മുസ്ലിം തീവ്രവാദത്തിന്റെ കുഴലൂത്തുകാരായ SDPIയെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ലീഗിനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസം നമ്മൾ രേഖപ്പെടുത്തിയേ പറ്റൂ. അതിനുവേണ്ടിയാണ് 12-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത്. നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം പരത്തുന്ന പ്രചാരണങ്ങളാണ് ലീഗ് നടത്തുന്നത്. ലീഗ് പറയുന്നത് ഫൈസൽ എന്ന് പറയുന്ന മതം മാറി വന്ന ഒരു ചെറുപ്പക്കാരനെ RSSകാർ കൊന്നു. ആ ഫൈസലിന്റെ കുടുംബത്തിന് 10 പൈസ പോലും നഷ്ടപരിഹാരം കൊടുത്തില്ല ഇടതുപക്ഷ സർക്കാർ എന്ന്. ഇത് കേട്ടാൽ നമുക്കും തോന്നും, ഇതിലൊരു ശരിയില്ലേ? നിങ്ങൾക്കറിയില്ലേ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏതാണ്ട് 15ഓളം സഖാക്കളെയാണ് RSSകാർ കൊന്നത്. 15ഓളം സഖാക്കളെ. അവരിൽ 99% സഖാക്കളും ജന്മം കൊണ്ട് ഹൈന്ദവരും കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുമായ സഖാക്കളാണ്. ഏതെങ്കിലും ഒരു സഖാവിന്റെ കുടുംബത്തിന് RSSകാർ കൊന്നു എന്നുള്ളതിന്റെ പേരിൽ ഈ ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുത്തോ? കൊടുത്തില്ലല്ലോ. വധിക്കപ്പെടുന്നവന്റെ മതം നോക്കിയും വധിക്കുന്നവന്റെ മതം നോക്കിയും നാട്ടിൽ ഒരു സർക്കാരും നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. തിരൂരിൽ വർഷങ്ങൾക്ക് മുൻപ് യാസിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഫൈസലിനെ പോലെ തന്നെ മതം മാറി വന്നു എന്നുള്ളതിന്റെ പേരിൽ RSSകാരൻ കൊല ചെയ്യപ്പെട്ടു. ലീഗ് എത്ര തവണ അധികാരത്തിൽ വന്നു? അതിനുശേഷം യാസിറിന്റെ കുടുംബത്തിന് 10 പൈസ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് ലീഗ് വാങ്ങിക്കൊടുത്തു. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഫൈസലിന്റെ കുടുംബത്തെ സർക്കാർ സഹായിച്ചില്ല എന്ന് SDPIയും ലീഗും നാട്ടിൽ കള്ളപ്രചരണം നടത്തുന്നത്. മണ്ണാർക്കാട് എന്ന് പറയുന്നത് ദൂരത്തൊന്നും അല്ലല്ലോ, നമ്മളുടെ അടുത്തല്ലേ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളായി പോയി എന്നുള്ള ഒരേ ഒരു കുറ്റത്തിനല്ലേ ഒരു വീട്ടിലെ 2 സഹോദരന്മാരെ, ജ്യേഷ്ഠനെയും അനുജനെയും ലീഗുകാർ കൊലപ്പെടുത്തിയത്? ഒരു വീട്ടിൽ നിന്ന് 2 മയ്യത്ത് ചെറുപ്പക്കാരുടേത് കൊണ്ടുപോകുന്ന കാഴ്ച കൊണ്ട് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ നമുക്ക്. നമ്മളുടെ നെഞ്ചു പൊട്ടില്ലേ? ആ കുടുംബത്തിന് എന്ത് നഷ്ടപരിഹാരം കൊടുത്തു ലീഗ്? നഷ്ടപരിഹാരം കൊടുക്കണ്ട. മണ്ണാർക്കാട്ടെ ലീഗിന്റെ MLA ആ വീട്ടിൽ ചെന്ന് അവരുടെ രക്ഷിതാക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിച്ചോ? അവരാണ് എന്നിട്ട് പറയുന്നത് ഫൈസലിന്റെ കുടുംബത്തിന് ഒരു സഹായവും കൊടുത്തില്ല.
കാസർകോട്ടെ റിയാസ് മൗലവിയെ RSSകാർ കൊന്നു, ഗവൺമെന്റ് സഹായിച്ചില്ല എന്നാണ് പറയുന്നത്. 2 വർഷം മുമ്പാണ് ഫഹദ് എന്ന് പറയുന്ന ഒരു 9 വയസ്സുകാരനെ RSSകാർ കാസർകോട്ട് കൊന്നത്. എന്താ കാരണം? നബിദിന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് RSSനെതിരായി ഫഹദ് എന്ന് പറയുന്ന ഈ പയ്യൻ പ്രസംഗിച്ചു. അതിൽ അരിശം മൂത്താണ് ഫഹദ് മദ്രസയിലേക്ക് പോകുന്ന വഴിയിൽ കാത്തുനിന്ന് കൊലപ്പെടുത്തിയത്. VP ജയരാജനാണ് അന്ന് അടിയന്തര പ്രമേയം നിയമസഭയിൽ കൊണ്ടുവന്നത്. ആ ഫഹദിന്റെ കുടുംബത്തിന് 10 പൈസ നഷ്ടപരിഹാരം അന്നത്തെ UDFന്റെ ഗവൺമെന്റ് കൊടുത്തു. അവർ ചെയ്തില്ല. എന്നിട്ട് അവരാണ് ഈ നാട്ടിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് കള്ളപ്രചരണം നടത്തുന്നത്. ലീഗുകാർ പറയുന്നത് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിക്ക് ഖനം പോരാ, വെയിറ്റ് പോരാ. ഈ അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, ഈജിപ്തിൽ നിന്ന് 500 കിലോ ഉള്ള ഒരാളെ ബോംബെയിൽ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുവന്നു. ഫ്ലൈറ്റിൽ കയറ്റിയത് ക്രെയിൻ ഉപയോഗിച്ചാണ്. എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കിയതും ക്രെയിൻ ഉപയോഗിച്ചാണ്. ഇവര് വെയിറ്റ് പോരാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അയാളെ ഞാൻ ഒന്ന് കൊണ്ടുവന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ UDFകാർക്ക് വെയിറ്റ് പോരാ എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാവില്ല. ഇവരിങ്ങനെ തന്നെയാണ് മുമ്പും പറഞ്ഞിട്ടുള്ളത്. 2004 അംസാക്കയും ഇടതുപക്ഷ പ്രവർത്തകരും ഒരു ചെറിയ ചെങ്കൊടിയുമായി മഞ്ചേരി മല കയറാൻ വേണ്ടി ചെന്ന ഒരു കഥയുണ്ട്. ആ മലയുടെ താഴ്വാരത്ത് മേൽപോട്ടൊന്ന് നോക്കി നിൽക്കുന്ന സമയത്താണ് ലീഗുകാർ കൂകി വിളിച്ചു പറഞ്ഞത്, ഇവർക്കൊക്കെ എങ്ങനെ കയറാൻ പറ്റും ഈ മല? അംസാക്ക പറഞ്ഞു, ഞങ്ങളൊന്ന് കയറി നോക്കട്ടെ, എത്തുമെന്നറിയില്ല, പകുതിക്ക് വെച്ച് വീഴാണെന്നുണ്ടെങ്കിൽ വീഴട്ടെ. അവര് കയറി തുടങ്ങി മല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം പുറത്തു വന്നപ്പോ ആ മലയുടെ മുകളിൽ കയറിയാണ് ഇടതുപക്ഷം ചെങ്കൊടി നാട്ടിയത് എന്ന് ഓർമ്മ വേണം. LDFന്റെ സ്ഥാനാർത്ഥിക്ക് ഖനമില്ല എന്ന് പറയുന്നവർക്ക്. 2006 ഈ വിനീതനാണ് കുറ്റിപ്പുറത്ത് മത്സരിച്ചത്. അന്ന് UDFകാർ പറഞ്ഞത്, ഈ കൊട്ടക്കൈയോളം പോകുന്ന ചെക്കനെയാണ് നിങ്ങൾ UDFനെതിരായിട്ട് മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് എന്നാണ്. ലീഗിന്റെ ചില നേതാക്കന്മാർ പ്രസംഗിച്ചു, മൂട്ടയെ കൊല്ലാൻ പീരങ്കി വേണോ എന്ന്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, മൂട്ടയെ കൊല്ലാൻ പീരങ്കിക്കപ്പുറം ഒരായുധം മുസ്ലിം ലീഗ് തെരഞ്ഞെടുത്തേ പറ്റൂ, കണ്ടുപിടിച്ചേ പറ്റൂ എന്ന്. താമൂർ എന്ന് പറയുന്ന മണ്ഡലം 35,000-നും 40,000-നും UDF ജയിച്ചിരുന്നതാണ്. അവിടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ചെമ്പതാക പാറിയത്. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ ആ വലിയ കണക്കുകളൊന്നും കാട്ടി ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ LDF പ്രവർത്തകരെ നിർവീര്യമാക്കാനോ നോക്കേണ്ട. ചരിത്രമുണ്ട് മലപ്പുറത്തിൽ. എല്ലാ ഭൂരിപക്ഷത്തെയും മറികടക്കാൻ നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ട് കഴിയും. ഈ സർക്കാർ പാവപ്പെട്ടവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആർക്കൊക്കെയാണ് വീട് വേണ്ടത് എന്നുള്ളതിന്റെ സർവേ കുടുംബശ്രീ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്ഥലവും വീടുമില്ലാത്തവർക്ക് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പണിത് സൗജന്യ നിരക്കിൽ ആ ഫ്ളാറ്റുകളിൽ ആജീവനാന്തം താമസിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കാനുള്ള ബൃഹത് പദ്ധതി ഈ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സർക്കാരിന് നിങ്ങളുടെ ഒരു കൈത്താങ്ങാവണം വരുന്ന തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിനുള്ള വോട്ട്. പെൻഷൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും, നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരും എന്ന് LDF പറഞ്ഞു. UDF പറഞ്ഞു, ഒരിക്കലും കഴിയില്ല LDFന്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1000 രൂപയാക്കും 600 രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷനുകൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരും. കഴിഞ്ഞ ഓണത്തിന് മുമ്പ് നിങ്ങളുടെ കൈ നിറയെ പണം എണ്ണി തന്നില്ലേ, നിങ്ങളുടെ വീട്ടിലെത്തി. ആ 1000 രൂപ 1100 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. 1100 രൂപ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെത്തി നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരും. സംശയം വേണ്ട നിങ്ങൾക്ക്. അങ്ങനെയുള്ള സർക്കാരിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ, ഒരു കൈത്താങ്, അതാണ് ഇടതുപക്ഷത്തിന് നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഓരോ വോട്ടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാമെന്ന ലീഗിന്റെ വ്യാമോഹത്തിന് കനത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഫൈസലിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.